അപ്പോൾ പ്രവാസം എന്നുള്ളത് മനുഷ്യന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാദറും മറ്റുവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് എന്താണ് ചിതറിപ്പോയ ഒരു കുടുംബം. ആ രണ്ട് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രവാസിയായിപ്പോയി എന്നുള്ള ദൂരം കൊണ്ട് മാത്രമാണ്. അന്ന് അതില്ലായിരുന്നു. കാരണം എനിക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല. അപ്പോഴും ഇവരൊക്കെ വിടണമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സുകുമാർ അഴീക്കോട് സാറ് കോട്ടിട്ട് ഒരു ഉദ്ഘാടനം നടത്തിയത് കേരളോത്സവത്തിനാണെന്ന്. പ്രീനാറ്റൽ യോഗ, അതായത് ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ ട്രെയിനിങ് ചെയ്യാം. ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ ഒരു 3 ഗോൾഡ് മെഡലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ഇപ്പൊ ഞാൻ ഒമാനിൽ ദാർസൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ശ്രീ അജയൻ പൊയ്യാറ, സ്വദേശത്തായാലും വിദേശത്തായാലും ഒരു മാതൃക കുടുംബനാഥനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല ചിത്രകാരൻ, നല്ലൊരു ഫോട്ടോഗ്രാഫർ, നല്ലൊരു കുടുംബനാഥൻ. ഒരു പ്രവാസ ജീവിതം എങ്ങനെ അദ്ദേഹം ആസ്വാദ്യകരമാക്കി, എന്തുകൊണ്ട് പ്രവാസം സ്വീകരിക്കേണ്ടി വന്നു, സാധാരണ എല്ലാ പ്രവാസികളെയും പോലെയുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകൾ നമുക്കറിയാം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ പേര് അജയൻ പൊയ്യാറ. നാട്ടിലെ എൻ്റെ നാട് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മതിലകം. ഓക്കെ, എനിക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ട്. 6 പേരാണ് ഞങ്ങൾ. ഞാൻ മൂത്ത ആളും 3 സഹോദരിമാരും 2 സഹോദരന്മാരും. അതിൽ ഒരാളിവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അനന്തൻ. ഇവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാസികളുടെയും പോലെ തന്നെ ഒരു പശ്ചാത്തലം തന്നെ എനിക്കുമുണ്ട്. കാരണം ഞാൻ നാട്ടിലൊരു പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അച്ഛൻ വളരെ പെട്ടെന്ന് അച്ഛൻ്റെ ഒരു 49ാമത്തെ വയസ്സിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പോഴും അതെ, സ്വന്തം തന്നെ ഞങ്ങളൊക്കെ മക്കളൊക്കെ തന്നെ എല്ലാ രീതിയിലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാണെങ്കിൽ പോലും ഇപ്പോഴും അമ്മയുടേതായ സ്വന്തം രീതിയിൽ തന്നെ ജീവിക്കുന്ന ആളാണ് ഇപ്പോഴും. അപ്പോൾ വരാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ എനിക്ക് കിട്ടുന്ന വരുമാനം സാമാന്യം ഭേദപ്പെട്ട വരുമാനമാണ്. റെസിഡന്റ് എഞ്ചിനീയർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ അന്നത്തെ രീതിയിൽ നല്ലൊരു ശമ്പളം തന്നെയാണ്. പക്ഷെ എന്നാലും ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അത് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിരുന്നു, മകളുണ്ട്, ഭാര്യയുണ്ട്, അവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒരുപാട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ഏതെങ്കിലും ഗൾഫ് നാടുകളിലേക്ക് വരണം എന്നുള്ള താല്പര്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതാണ്. അങ്ങനെ പല രീതികളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വലിയൊരു മനുഷ്യ സ്നേഹിയുണ്ട്, മൊയ്തീനിക്ക എൻ്റെ അയൽക്കാരനാണ്. മൊയ്തീനിക്ക ഇവിടെ ഗൾഫാർ എന്നുള്ള കമ്പനിയിൽ അന്ന് വളരെ സീനിയർ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം വല്ലപ്പോഴും നാട്ടിലൊക്കെ പോകും. നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം തറവാടാണ് എൻ്റെ വീടിനടുത്ത്. പക്ഷേ അദ്ദേഹം താമസിക്കുന്നത് ആലുവയിലാണ്. വല്ലപ്പോഴും തറവാട്ടിൽ വന്നു പോകുകയായിരുന്നു. അങ്ങനെ വന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാത്തിരുന്നുകൊണ്ട് പുള്ളിനെ കാണുകയും ഞാനിങ്ങനെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇൻ്റർവ്യൂവിന് പോവുകയും കാശ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഗൾഫിലേക്ക് പോകണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ വഴക്ക് പറഞ്ഞു. നീ എന്തിനാ കാശൊക്കെ കൊടുത്ത് പോകാൻ നിൽക്കുന്നത്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബാബുസാറിൻ്റെ കമ്പനിയിൽ അന്ന് ഡീറ്റെയിൽസ് കൊടുക്കുകയും പിന്നെ ഒരു 1-2 മാസത്തിനകത്ത് എനിക്ക് വിസ തയ്യാറാക്കുകയും അങ്ങനെ ഞാനിങ്ങനെ വരികയും ചെയ്തു. അതാണ് എൻ്റെ വരവിൻ്റെ ഒരു തുടക്കം. ഇവിടെ വന്ന് ആദ്യ നാളുകളിൽ നമ്മുടെ ഒരു കമ്പനിയും അതിൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് മുഴുകിയിരുന്നത്. മറ്റ് ഒരു സോഷ്യൽ ഒരു സർക്കിളോ കാര്യങ്ങളും അധികം ഉണ്ടായിരുന്നില്ല. കൂടെ താമസിക്കുന്ന ആളുകൾ ഒറ്റയ്ക്ക്, അതായത് ബാച്ചിലർ അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത്. കൂടുതൽ ആളുകളുടെ കൂടെ നല്ല രീതിയിൽ ജീവിതം ചെലവഴിച്ചിരുന്നു. അവരുടെ കൂടെ പാട്ടുകളും ഗസലുകളും മറ്റുള്ള ചിത്രം വരയും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ചെലവഴിച്ചിരുന്നു. അപ്പോൾ 1-2 വർഷം ബാച്ചിലേഴ്സ് ജീവിതമായിരുന്നു. അതിനുശേഷം ഒരു സൈറ്റിലേക്ക് പോകേണ്ടി വന്നു. സൈറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫാമിലിക്കുള്ള സാഹചര്യം വരികയും സൈറ്റിൽ നിന്ന് പിന്നെ ക്യാപിറ്റലിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് ഞാൻ ഭാര്യനെ കൊണ്ടുവന്നു. മകളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലായിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ പ്രത്യേകത, ആ കമ്പനി കേരളത്തിലല്ലായിരുന്നു. കേരളത്തിൽ വളരെ അടുത്ത കാലത്ത് 1-2 വർക്കുകൾ അവർക്ക് ചെയ്തുള്ളൂ. മിക്കവാറും
മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹൈദരാബാദും ബാംഗ്ലൂരും, ഞാൻ കൂടുതലും ബാംഗ്ലൂരും ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ ഒരുപാട് കൊളീഗ്സ്, അതായത് നമ്മുടെ സഹപ്രവർത്തകർ വലിയൊരു ആത്മബന്ധം പുലർത്തിയിരുന്നു. വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളായിട്ടുള്ള ഒരു വലിയൊരു ചങ്ങാത്തം ഉണ്ടായിരുന്നു. ആ ചങ്ങാത്തത്തിനെ വിട്ടുപോരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നപോലെ നാട്ടിൽ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ പ്രായക്കാരോട് ചെലവഴിച്ചിരുന്ന ഞങ്ങളുടെ ഒരു സോഷ്യൽ ക്ലബ്ബും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, നാടക പ്രവർത്തനങ്ങൾ, അത്തരം കലാപ്രവർത്തനങ്ങളിലൊക്കെ അന്ന് ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിട്ടുപോരലിൻ്റെ ഒരു നോസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. കൂടുതലും ഈ കൂടെയുള്ള സുഹൃത്തുക്കളെ വിട്ടുപോരുന്നതിൻ്റെ, അതായത് ജോലിക്കാരായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വിട്ടുപോരുന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഒറ്റപ്പെടലുണ്ടായിരുന്നു കാര്യമായിട്ട്. അന്നിങ്ങനെ എന്തെങ്കിലും കുത്തിക്കുറിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കവിതകളായാലും ശരി, എന്തെങ്കിലും നോട്ടിങ്ങളായാലും ശരി, അത് അങ്ങനെ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. വായിക്കുമായിരുന്നു ഞാൻ. അന്നും ഇന്നും വായന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് കിട്ടുന്ന എല്ലാ വീക്കിലികളും മിക്കവാറും അന്ന് കലാകൗമുദിയുണ്ട്, കലാകൗമുദി മാതൃഭൂമി അന്ന് സ്ഥിരമായിട്ട് ഇവിടെ വെച്ച് തന്നെ വായിക്കാറുണ്ടായിരുന്നു അന്ന്. അപ്പോൾ തുടക്കകാലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കൊളീഗ്സ് ആയിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ സോഷ്യൽ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കേരള വിങ്, അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിലെനിക്ക് എൻ്റെ പഴയ കാലത്തെ നാട്ടിലുണ്ടായിരുന്ന ആ നാടക കലാപ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. നാട്ടിലെ ഉത്സവത്തിൻ്റെതായ ഒരു തനിമയോടുകൂടി ഇവിടെ മസ്കറ്റിൽ കുറം പാർക്കിലായിരുന്നു ആദ്യത്തെ കേരളോത്സവം അരങ്ങേറിയത്. അതിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത് സുകുമാർ അഴീക്കോട് സാറായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സുകുമാർ അഴീക്കോട് സാറ് കോട്ടിട്ട് ഒരു ഉദ്ഘാടനം നടത്തിയത് കേരളോത്സവത്തിൻ്റെ ആണെന്ന് പിന്നീട് വന്ന നമ്മുടെ VK ശ്രീരാമൻ പുള്ളി പറയുണ്ടായിരുന്നു. കാരണം സുകുമാർ അഴീക്കോട് സാറിനെ കോട്ടിട്ടാരും കണ്ടിട്ടില്ലല്ലോ. തണുപ്പ് സഹിക്കാതെ കുറം പാർക്കിൻ്റെ തടാകത്തിന് മേലെയായിരുന്നു ഞങ്ങൾ സ്റ്റേജ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ സ്റ്റേജിനോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അതിൻ്റെ എന്താണ് ഒരുക്കങ്ങളും സ്റ്റേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, തണുത്ത കാറ്റും. ഒരു ഫെബ്രുവരി മാസത്തിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ തണുപ്പടിച്ചിട്ട് മാഷക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പ്രേമേട്ടൻ്റെ കോട്ട് ഉരുക്കി കൊടുത്ത് അങ്ങനെ കോട്ടിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ നല്ല തമാശയുള്ള കാലഘട്ടങ്ങളായിരുന്നു. പറഞ്ഞു വരുന്നത് കേരള വിങ്ങിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കലാപ്രവർത്തനങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്കൊന്നൊരു 6 വർഷത്തോളം ഞാൻ അതിൻ്റെ പ്രവർത്തകനും പിന്നെ കുറച്ചൊക്കെ ഭാരവാഹിയായിട്ടും കോ-കൺവീനറും മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നു. 2001 അത് ഉടലെടുത്തത്, അത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇത്രയും വലിയൊരു ഉത്സവം കണ്ടക്ട് ചെയ്തത്. ആ ഉത്സവത്തിൻ്റെ വേദി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതിന് ആ വലിയ വേദിയുടെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇരുന്ന പലർക്കും, പ്രേമേട്ടനായാലും ശരി, പ്രസന്നേട്ടനായാലും ശരി, ജാവേർക്കായാലും ശരി, പലർക്കും അവർക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ചെറിയൊരു സമ്മാനം, പ്രേമേട്ടനാണ് അത് തന്നത്, ഒരു സ്വർണത്തിൽ തീർത്ത ഒരു ചെറിയൊരു കഞ്ചറോ അങ്ങനെ തന്നു. അതിൻ്റെ വാല്യൂ എന്നതിനേക്കാളും എന്നെ ഒരു തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം, അത് ഞാൻ മനസ്സിൽ ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ട് സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയൊരു സന്ദർഭമായിരുന്നു അത്. അതിൽ ഈ ഒരു സംഘടന കേവലം കലാപ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവിടെ മസ്കറ്റിലുള്ള എല്ലാവർക്കും അറിയാം, ഒരുപാട് സാമൂഹിക കാര്യങ്ങളിൽ, അതായത് ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളിലായാലും ശരി, വളരെയധികം ശക്തിയുക്തം ഇടപെടുന്നൊരു സംഘടനയാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ട്. എന്ന പോലെ ഈ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അതിൽ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആ സംഘടന കൂടിയിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ബഷീറിൻ്റെ സെൻറ്റനറി ആഘോഷിച്ചിരുന്നു, അതായത് 100ാം വാർഷികം. അപ്പോൾ അതിന് അന്ന് വീണ്ടും സുകുമാർ അഴീക്കോട് സാറും പുരുഷൻ കടലുണ്ടിയും KEN-ഉം അങ്ങനെ എന്ന് പറയേണ്ട ഒരുപാട് നാട്ടിൽ നിന്നുള്ള വലിയ വലിയ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും, ഗഫൂർക്ക എന്നറിയപ്പെടുന്ന ഗഫൂറുണ്ട്, ഗഫൂറാണ് അന്ന് ഈ കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത്. ഇവരെയൊക്കെ, അതായത് കേരളത്തിൽ നിന്ന് ബഷീറിനെ ഇങ്ങോട്ട് വലിച്ചു കെട്ടി കൊണ്ടുപോകുന്നു എന്നൊക്കെ അന്ന് പലരും കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ചുട്ട മറുപടിയായിട്ട് അന്ന് സുകുമാർ സാർ അഴീക്കോട് സാർ ഇവിടെ നിന്ന് തന്നെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അന്ന് ഏഷ്യാനെറ്റിൽ പുള്ളി വർഷം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് മറുപടി കൊടുത്തത്.
അപ്പോൾ അങ്ങനെ വലിയൊരു എനിക്ക് ഇന്ന് ഓർമ്മിക്കാൻ കഴിയുന്നതിൽ പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സെന്റിനറി ഇവിടെ കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ ആ സംഘടനയ്ക്ക് വളരെയധികം ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ വലിയ റോളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ടു. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ആദ്യത്തെ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുടുംബത്തിന്റെ കാര്യങ്ങൾ അതിന്റെ ഒരു റുട്ടീൻ രീതിയിൽ പോകുന്നു. മക്കള് പിന്നീട് ഒരു മകൾ കൂടെ ജനിച്ചു. അതൊക്കെ അതിന്റെ വഴിക്ക് പോകുന്നു. എങ്കിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലേക്ക് മാറി. അത് നമ്മളതിൽ സന്തോഷം കണ്ടെത്തുന്നു. ജോലി തിരക്കുകളുണ്ടായിരുന്നു. അതിരിക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നതും ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുതുമയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. അന്നൊന്നും ഈ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് അത്ര കാര്യമായിട്ടൊന്നും വരാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ തന്നെയായിരുന്നു മിക്കവാറും ഇതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഫോട്ടോഷോപ്പ് ആയാലും ലൈറ്റ് റൂം ആയാലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമായിരുന്നത്. നാട്ടിൽ വെച്ച് ഫോട്ടോഗ്രാഫി തുടങ്ങിയിരുന്നു. പക്ഷെ അന്നൊക്കെ ഫോട്ടോഗ്രാഫി വലിയൊരു കോസ്റ്റ്ലി അഫെയർ ആയിരുന്നല്ലോ. അന്ന് ഫിലിം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു അഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി കർണാടകക്കാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ പഴയ കമ്പനി അന്ന് ലിബിയയിലേക്കൊക്കെ കൊണ്ടുപോയായിരുന്നു എഞ്ചിനീയേഴ്സിനെ. പ്രോജക്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ലിബിയയിൽ പോയി വരുമ്പോൾ വരുന്ന എഞ്ചിനീയേഴ്സൊക്കെ കൊണ്ടുവരുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഒരു ടേപ്പ് റിക്കാർഡറും പിന്നെ ഓരോരുടെ സൗകര്യം പോലെ തന്നെ ഇദ്ദേഹം ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടേപ്പ് റിക്കാർഡിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ക്യാമറ വല്ലപ്പോഴൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ തരുക. ഞങ്ങളിപ്പോഴും വലിയ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും പുള്ളി കർണാടകയിലെ ഉദയഗിരി അവിടെയാണ് ഇപ്പോൾ പുള്ളി താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് ഓർമ്മക്കുറവൊക്കെ വന്നിട്ടുണ്ട്. എന്നെക്കാളും ഒരു 10 വയസ്സിൻ്റെങ്കിലും പ്രായ വ്യത്യാസമുണ്ട്. ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത് അദ്ദേഹം മുഖേനയാണ്. അത് ചിത്രകല നാട്ടിലുള്ളപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്ക് വലിയ രീതി ഉണ്ട്. ബാംഗ്ലൂർ ഉണ്ടായിരുന്നു കുറേ കാലം. ആ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ യൂസഫ് അറക്കലിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഷഫീഖായിട്ട് കുറേ കാലം കൂടെ ചേരുകയും പഠിക്കുകയും. ഷഫീഖ് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു ചിത്രകലയോട് ഭ്രാന്തുള്ള ഒരു മനുഷ്യനായിരുന്നു. ഭക്ഷണം കഴിക്കാനും പോലും സമയം കണ്ടെത്താതെ, വരുമാനമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് ബാംഗ്ലൂർ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പുള്ളിക്ക്. പക്ഷേ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. പെയിന്റുകളും ഓയിൽ പെയിന്റുകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അത് വാങ്ങാനൊക്കെ ഉള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും ബാംഗ്ലൂർ MG റോഡിൽ പോയിട്ട് വല്ലപ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വരയ്ക്കുമായിരുന്നു. അന്നൊക്കെ തന്നെ ബാംഗ്ലൂരിലെ ചിത്രകലാപരിഷത്തിൽ എക്സിബിഷനുകൾ ഉണ്ടാകുമ്പോൾ അത് വിടാതെ കാണുമായിരുന്നു. ചിത്രങ്ങൾ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ഒരുപാട് കാണുമായിരുന്നു. അതൊരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സന്തോഷത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യമാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഇവിടെ വന്നപ്പോൾ, അതായത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 വർഷക്കാലം കമ്പനിയുടേതായ ക്യാമ്പല്ല, ഞങ്ങളുടെ ഒരു അക്കോമഡേഷനിൽ താമസിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ല. അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. 1-2 മണിക്കൂർ കൂടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് പാട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഗസലുകൾ കേട്ടുകൊണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഗസൽ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പ്രത്യേകത എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്ന് വെളിയിലായിരുന്നു. എൻ്റെ കൂടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ മറ്റു സംസ്ഥാനക്കാരായിരുന്നു. അതിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗസൽ, പ്രത്യേകിച്ച് ഹൈദരാബാദിൽ 2-3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദ് നമുക്കറിയാമല്ലോ, എന്താണ്, ഷേർ ഷായരി മുഷായരയുടെ ഒക്കെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അന്ന് പങ്കജ് ഉദാസിൻ്റെ ആയാലും ശരി, അത്തരം ഗസലുകൾ കേൾക്കാൻ തുടങ്ങി. കാറിൽ സൈറ്റിലേക്ക് പോകുമ്പോൾ കാസറ്റിലിട്ട് കേൾപ്പിച്ചിരുന്ന ഒരു റബ്ബാനിയൊക്കെ ഉണ്ടായിരുന്നു ഹൈദരാബാദിലുള്ള. അദ്ദേഹത്തിൻ്റെ പേരൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഗസലുകളിലേക്ക് താല്പര്യം വന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അനിൽ അറോറ, ഒരു സനക് റോയ്, അങ്ങനെ കുറച്ച് പേര്. പിന്നെ അഹമ്മദ്, പുള്ളി ബേസിക്കലി കർണാടകത്തിലാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഉറുദു പ്രൊഫസറാണ്. ഒരു ബിഹാറി പശ്ചാത്തലമുള്ള ആളുകളാണ്. നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറും മറ്റുവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയ ഒരു കുടുംബമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഈ ഗസലുകളിലും ഉറുദുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിശദീകരിച്ച് തരാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് താല്പര്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തിരിച്ചുകൂടെ വരുമ്പോൾ ഗസലുകൾ കേൾക്കാനുള്ള താല്പര്യം, അത് കുറച്ചും കൂടി കേൾക്കുന്ന ആളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ കുറച്ചും കൂടി ഇമ്പം തോന്നുമല്ലോ. അങ്ങനെ അത് മുന്നോട്ട് പോയിരുന്നു. ഫോട്ടോഗ്രാഫിയും ഈ പറഞ്ഞ മാതിരി ചിത്രകലയും ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി അതിനെ എന്നിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് ആ ഇൻഫ്ലുവൻസിന്, അന്ന് ഫോട്ടോഗ്രാഫി അത്ര ശക്തമായ രീതിയിൽ ഇല്ലായിരുന്നു. കാരണം അഫോർഡബിൾ അല്ല, ഫിലിം ക്യാമറകളാണ്. അപ്പോൾ ഒരുപാട് കാശ് നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാൽ ആ പാഷൻ കൊണ്ടു നടന്നത് സൈറ്റിൽ പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിക്ക് യാത്രകളിൽ പോകുമ്പോൾ
സൈറ്റിനോട് ബന്ധപ്പെട്ടുള്ള യാത്രകളാണെങ്കിൽ ശരി, ഏതെങ്കിലും ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ അത്തരം ഫോട്ടോകളൊന്നും ഇന്നിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ അത് ഫോട്ടോ ആണെന്ന് പോലും പറയാവുന്ന രീതിയിലല്ല അങ്ങനെയുള്ള ഒരു പാത്തിലൂടെ പോകുന്നത്. ഞാൻ ആദ്യം വന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന കമ്പനി ഞാൻ പറഞ്ഞിരുന്നു, ബാബു സാറ് മാനേജറായിട്ടുള്ള കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കമ്പനി അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ കൊണ്ട്, കമ്പനിയുടേതായ മാത്രം പ്രശ്നങ്ങളല്ല, അന്നത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അത് കൊളാപ്സായി, അത് ബാങ്ക്രപ്റ്റായി. ബാങ്ക്രപ്റ്റ് ആകുമ്പോൾ ആ കമ്പനിയിൽ ഏകദേശം 800ഓളം ജോലിക്കാരുണ്ടായിരുന്നു. ആ 800ഓളം ജോലിക്കാർ അവർക്ക് 3, 4, 6 മാസത്തിൻ്റെ ശമ്പളം കിട്ടിയിട്ടില്ല, അവരുടെ ലേബർ കാർഡ് പുതുക്കിയിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, അവരെല്ലാം അജിറ്റേറ്റഡായി. അപ്പോൾ ബാബുസാറും പുള്ളിയുടേതായ ചില മാനസിക പ്രശ്നങ്ങളുള്ളതിൻ്റെ പേരിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ നാട്ടിലേക്ക് വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 വർഷം 3 വർഷമായിട്ട് നാട്ടിൽ പോകാൻ കഴിയാതിരിക്കുന്ന ആളുകൾ, മകളുടെ കല്യാണത്തിന് നാട്ടിലെത്താൻ കഴിയാതിരിക്കുന്ന ആളുകൾ, അസുഖം പിടിച്ച് ഈ ഗുഹ്യഭാഗമൊക്കെ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ് എന്നാലും നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്ന ചില നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾ, ഇവരൊക്കെ ഒന്നൊന്നായിട്ട് ചില ഒരു പദ്ധതിയിലൂടെ, ഞങ്ങൾ ഉണ്ടാക്കിയൊരു പദ്ധതിയിലൂടെ ഓരോ മാസം 1 or 2 പേർക്ക് നാട്ടിൽ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളെ നാട്ടിലേക്ക് വിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ കാണുന്ന വലിയ കാര്യമായിട്ടാണ്. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നതാണ്. എനിക്ക് ഒരുപാട് കോൺഫിഡൻസും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അന്ന് നമുക്ക് ഇന്നിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല. കാരണം ചെയ്യാൻ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ എൻ്റെതായ ഒരു വരുമാനത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അന്ന് അതില്ലായിരുന്നു. കാരണം എനിക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല, അപ്പോഴും ഇവരൊക്കെ വിടണമായിരുന്നു. അപ്പോൾ അത് ചില ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ട് അത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. പിന്നെ പറയാവുന്നത്, ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫിയിലുള്ള എൻ്റെ ഒരു പ്രോഗ്രസ്, അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് ഫോട്ടോഗ്രാഫി സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ ഒരു 3 ഗോൾഡ് മെഡലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ സംഭവമൊന്നുമല്ല. ആ ഫോട്ടോഗ്രാഫി സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ അണ്ടറിലുള്ള ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ. അവരാണ് ഈ ഫോട്ടോഗ്രാഫിക് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വർക്കുകൾ അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് ചിലതിന് സമ്മാനങ്ങൾ കിട്ടും. അത്തരത്തിൽ കിട്ടിയ സമ്മാനമാണ്. അപ്പോൾ അത് ഒരു അന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ഞാൻ എന്താണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ഐ ആം എ ഫോട്ടോഗ്രാഫർ എന്ന് പറയാവുന്ന ഒന്നും എനിക്ക് കാണിച്ചു കൊടുക്കാനില്ല. നമ്മൾ കുറേ ഫോട്ടോ എടുക്കുന്നതോ വലിയ സംഭവത്തിലുള്ള ഫോട്ടോ ആണെന്ന് ആളുകളോട് പറയുമ്പോൾ ഓക്കെ ശരിയാണ്, ഇതെല്ലാവരും ഫോട്ടോ എടുക്കും, നിങ്ങളും ഫോട്ടോ എടുക്കും, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും എൻ്റെ മകളും കൂടിയുള്ള ഡിസ്കഷൻ ഉണ്ടായതും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് നമ്മൾ എന്താണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം, എങ്കിലും മറ്റുള്ളവർ പറയുള്ളൂ ഓക്കെ ഈസ് എ ഫോട്ടോഗ്രാഫർ, യെസ് ഗോട്ട് സം അവാർഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നെങ്കിലേ നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു ആത്മവിശ്വാസം വരുള്ളൂ. മറ്റുള്ളവരും ഓക്കെ ഈ ഗോട്ട് സം അച്ചീവ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തണമല്ലോ. അങ്ങനെ എനിക്കൊന്ന് 2002 മറ്റോ ഞാൻ കുറച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന തുടങ്ങി. അതിനുശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല, അതുകൊണ്ട് സമ്മാനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ വർഷം കുറച്ച് അവാർഡുകൾ കിട്ടി. 3 അവാർഡ് ഇത്തരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10-40ഓളം മറ്റ് ചെറുതും വലുതായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഷീബ 36 ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കിവിടെ ജോലി കിട്ടുകയും ഇവിടെ കുടുംബം കൊണ്ടുവരാനുള്ള സാഹചര്യം വരികയൊക്കെ ചെയ്തപ്പോൾ മൂപ്പർ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് ഇവിടെ വന്ന് എൻ്റെ കൂടെ താമസിച്ചു. പിന്നെ കാലക്രമേണ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയിൽ നിന്ന് പിന്നെ പെർമനൻ്റ്ലി റിസൈൻ ചെയ്തു, ജോലി വിട്ടു. ഇപ്പോൾ നാട്ടിൽ, തൽക്കാലം നാട്ടിലാണ്. വീണ്ടും ഒരു 1-2 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇപ്പോൾ പേരക്കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള നാട്ടിൽ പോക്കാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ മൂത്ത മകൾ അപർണ, അവളൊരു ആർക്കിടെക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ബെർലിനിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവൾ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് പ്രീനാറ്റൽ യോഗ, അതായത് ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ അവൾക്ക് ഒരുപാട് ഓവർസീസ് സ്റ്റുഡൻസും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ അവളുടെ പ്രൊഫഷൻ പോകുന്നു. അവളും വളരെ കമ്മിറ്റഡ് ആണ്. അവൾക്കൊരു മകളുണ്ട് ഭദ്ര, ഇപ്പോൾ ഒരു 4-4.5 വയസ്സ്, സ്കൂളിൽ പോകാൻ ഇതായി. അപ്പോൾ അവളുടെയും എനിക്ക് തോന്നുന്നു അവളുടെ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആണ്. രണ്ടാമത്തെ മകള് പാർവതി ഇവിടെ ഡാർസി സ്കൂളിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ കുറച്ച് മികച്ചു നിന്നിരുന്നു. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു NIT അലഹബാദിൽ നിന്ന്. അത് കഴിഞ്ഞ് 1 വർഷം ജോലി ചെയ്തു. വീണ്ടും അവളുടെ PGDM കംപ്ലീറ്റ് ചെയ്തു HR ഹ്യൂമൻ റിസോഴ്സസിൽ.
ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ഒറാക്കിളിൽ ജോലി ചെയ്യുന്നു. ഏതാണ്ട് ഒരു 6-7 മാസമായി അവൾ ജോലി ചെയ്യുന്നു. അപ്പോൾ അവളും വളരെ ഹാപ്പിയാണ്. സോഷ്യലി കമ്മിറ്റഡ് ആണ് രണ്ടുപേരും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന മക്കളാണ് എന്നാണ് എൻ്റെ ഒരു, അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയൊരു ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു പ്രവാസം എന്നുള്ളത് ഇന്ന് ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യമല്ല. നമ്മൾ മനുഷ്യൻ്റെ ഒരു ചരിത്രം എടുത്തു വെച്ചാൽ തന്നെ, അതായത് മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ പ്രവാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മനുഷ്യൻ്റെ ചരിത്രം അല്ലെങ്കിൽ സംസ്കാരം മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആൻഡമാനിലുള്ള ഏതൊരു ദ്വീപിൽ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂട്ടമായിട്ട് മനുഷ്യന്മാർ ഓരോ ദ്വീപുകളിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന തന്നെ. അപ്പോൾ പ്രവാസം എന്നുള്ളത് മനുഷ്യൻ്റെ ഭാഗമാണ്. പ്രതിവാസം അത് വല്ലപ്പോഴും വരുന്ന ഒന്നുമല്ല. അതെപ്പോഴും ചലനാത്മകമാണ്. എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം നോക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് സിലോണിൽ പോയിരുന്നു, പിന്നെ ഗൾഫിലേക്ക് വന്നു, പിന്നെ അമേരിക്കയിലും മറ്റു പ്രദേശങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു, വേറെ പ്രദേശങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതെപ്പോഴും ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനെ താൽക്കാലികമായിട്ട് വന്നൊരു പ്രതിഭാസം തിരിച്ചെല്ലാവരും നാട്ടിലേക്ക് പൂട്ടിക്കെട്ടി വരുന്നു എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും, അതായത് നമ്മുടെ ലോകം ഒരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശത്തിലേക്ക് ചുരുങ്ങുന്ന രീതിയിലേക്ക് എന്താ പറയുക, നമ്മുടെ സാങ്കേതിക വളർച്ചയും മറ്റു വളർച്ചകളും വരുന്ന കാലഘട്ടത്തിൽ പ്രവാസം എന്നുള്ളത് ഒരു പണ്ടത്തെ പോലെ വിദൂരമായിട്ടുള്ള സംഭവമൊന്നുമല്ല, വളരെ ക്ലോസ് ബൈ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടിൻ്റെ ആ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പല സൗഹൃദങ്ങളും നാട്ടിൽ നിന്ന് നമുക്ക് കുറേ കാലത്തേക്ക് വെട്ടിമാറ്റിപ്പെട്ടിട്ടുണ്ട്. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സന്ദർഭം എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽപക്കത്തുള്ള എൻ്റെ ഒരു അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ, വളരെ, അതായത് എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് വളരെ ചെറിയൊരു അകലേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കാതിരുന്ന ഒരു സന്ദർഭം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അത് കാരണം പറയുന്നത്, നിങ്ങളിവിടെ ഇല്ലല്ലോ, അപ്പോൾ ക്ഷണിച്ചാലൊന്നും കല്യാണത്തിന് വരാൻ സാധ്യതയില്ലല്ലോ എന്നത് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. കാരണം ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയെങ്കിലും നമ്മളെ ക്ഷണിക്കുകയും അവർ തിരിച്ച് അവരുടെ കല്യാണത്തിന് മുമ്പ് അവരൊക്കെ വിളിച്ച് നമ്മളൊന്ന് അനുമോദിക്കുകയും അല്ലെങ്കിൽ ഒരു ആശംസ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ പ്രവാസിയായിപ്പോയി എന്നതിന് പകരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നമുക്ക് ഇല്ലാതെ പോകുന്നുള്ളത് ഒരു ദുഃഖമായിട്ട് കണ്ടു. എന്ന പോലെ എൻ്റെ കസിൻ ബ്രദറുണ്ട്. അവനും ഞാനും ഒരേപോലെ ഞങ്ങളുടെ ഒരു ബാല്യകാലത്ത് അല്ലെങ്കിൽ കൗമാരപ്രായകാലത്തിൽ പാട്ടും പാടി അല്ലെങ്കിൽ പുതിയ പാട്ടുകളൊക്കെ സംഗീതം ചെയ്തുകൊണ്ട്, സംഗീതം ഒന്നും അറിയാത്ത കാലഘട്ടത്തിൽ എന്താണ് സംഗീതം എന്ന് അറിയാത്ത സമയത്ത് സംഗീതങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ പാട്ടുപാടി വളർന്ന ആളുകളാണ്. അവൻ്റെ മകളുടെ കല്യാണത്തിനും എന്നെ ക്ഷണിക്കാതെ പോയത് എന്നെ സംബന്ധിച്ചോളം വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയ കാര്യം. ആ രണ്ട് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രവാസിയായിപ്പോയി എന്നുള്ള ദൂരം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രവാസിയായി പോകുന്നതിൻ്റെ കുറേ നഷ്ടങ്ങളുണ്ട്. അപ്പോൾ ചില നഷ്ടങ്ങളില്ലാതെ നമുക്ക് ചിലതൊന്നും നേടാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ അങ്ങനെ കാണാനേ കഴിയുള്ളൂ. എനിക്ക് പറയാവുന്നത്, എൻ്റെ കമ്പനിയിലെ തൊഴിലാളികളിൽ ചിലരെ ഞാൻ എൻ്റെ മകളുടെ കല്യാണം എല്ലാവരും ക്ഷണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അവർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. ഞാൻ എല്ലാവരും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും കത്ത് കൊടുത്തു. അതിൽ ഒരുത്തനെ ഞാൻ ഇവിടുന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു, ഒരു യു പിക്കാരനായിട്ടുള്ള ഒരു മഹേന്ദ്രനെ. പക്ഷേ എൻ്റെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു ഗാലയ്യ ഉണ്ടായിരുന്നു. ഗാലയ്യ ഹൈദരാബാദുകാരൻ, ആന്ധ്രാക്കാരനാണ്, ഹൈദരാബാദാണെന്ന് അറിയില്ല. അവൻ ഈ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് വാട്സപ്പിലൂടെ ഒക്കെ കിട്ടിയിട്ട് അവൻ അവിടെ നിന്ന് ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് നോക്കുമ്പോൾ അവൻ എൻ്റെ വീടിൻ്റെ മുമ്പ് നിൽക്കുന്നു. അപ്പോൾ അവനാണ് അങ്ങനെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോയവനാണ്. കമ്പനിയിൽ നിന്ന് അത് പിരിച്ചുവിട്ടതല്ല, അവൻ്റെതായ എന്താ പറയുക, ഗാർഹിക സാഹചര്യം കണക്കായിക്കൊണ്ട് മക്കളോടൊത്ത് ഭാര്യയോടൊത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞു പോയാണ്. അപ്പോൾ അവന് അങ്ങനെ എൻ്റെ മകളുടെ കല്യാണത്തിൽ വരേണ്ട കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ഇനി ഈ സാറിൻ്റെ കൂടെ വന്നാൽ ഇനി എനിക്ക് എന്തെങ്കിലും ജോലി അങ്ങനെയൊന്നുമില്ല. അവൻ്റെ വരവ് എൻ്റെ മനസ്സിനെ വല്ലാതെ എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായിട്ട് തോന്നി. കാരണം അവൻ വരേണ്ട ഒരു കാര്യമില്ല. അപ്പം അത്തരം സ്നേഹങ്ങളാണ് എനിക്ക് കൊണ്ടുപോകാനുള്ളത്. അത് നമ്മൾ പറയില്ലേ, നിസ്വാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള കുറേ സ്നേഹങ്ങളുണ്ടല്ലോ, അതാണ് കൊണ്ടുപോകാനുള്ളത്. ഒരു നല്ലൊരു ശതമാനം പ്രവാസികളും അവർ എന്ത് ലക്ഷ്യത്തോടുകൂടിയാണോ പ്രവാസം സ്വീകരിച്ച്, ഇവിടെ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, എല്ലാ
പ്രവാസികൾ എന്നുള്ളത് ഒരു പൊതുപദമാണല്ലോ. അത് ഗൾഫിലേക്ക് വരുന്നവരും പ്രവാസികളാണ്, കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരും പ്രവാസികളാണ്. അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മളിപ്പോൾ ഗൾഫിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രവാസി എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിലുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രവാസം സ്വീകരിക്കാൻ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് കടക്കാനായിട്ടുള്ള നമ്മുടെ തീരുമാനത്തിൻ്റെ പശ്ചാത്തലം നമ്മുടേതായ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളാണ്. ബുദ്ധിമുട്ടിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾക്കൊരു മുക്തി നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരുവിധം ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞു. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതല്ലാതെ ഇവിടുത്തെ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അതിൽ നിന്നും വേറിട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നല്ലതെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിന് സംതൃപ്തികരമായിട്ടുള്ള രീതിയിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഈ പ്രവാസം മറക്കില്ല, ഈ പ്രവാസം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു.